ഹലോ ഗായ്സ്, എല്ലാവർക്കും സൊല്യൂഷൻ വെക്കുന്ന ഞാൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഫ്ലിപ്കാർട്ട് ഓർഡറുകൾ ട്രാക്ക് ചെയ്യാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മളെല്ലാം ഓർഡർ ചെയ്യുന്ന ശേഷം ചിലപ്പം ചില ഓർഡറുകൾ ഡിലേ ആകാറുണ്ട്. എവിടം വരെ എത്തി, എവിടം വരെ ആയി എന്നൊക്കെ അറിയാനുള്ള ആഗ്രഹം നമുക്കുണ്ടായിരിക്കും. കാരണം ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്തായതുകൊണ്ടൊക്കെ പല ഓർഡറും പല രീതിയിലും ലേറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഓർഡറുകൾ ട്രാക്ക് ചെയ്യാൻ സാധിക്കുക? നമുക്ക് അതിൻ്റെ ട്രാക്കിംഗ് ഐ ഡി ഉപയോഗിച്ച് അതിൻ്റെ വെബ്സൈറ്റ് ചെന്നിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. സോ അതെങ്ങനെയാണ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കൂടി മടിക്കരുത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വെബ്സൈറ്റിലോ നമ്മൾ വരിക. അതിനുശേഷം നമ്മൾ മൈ ഓർഡർ സെലക്ട് ചെയ്യുക. അവിടെയാണ് നമ്മൾ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റുകൾ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ അത് ഡെലിവറി എക്സ്പെക്റ്റ് June 30 എന്നാണ് കാണിച്ചിരിക്കുന്നത്. സോ എനിക്കതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് എനിക്കറിയാം. അതിനുവേണ്ടി നമ്മളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണാൻ സാധിക്കും കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ഓർഡർ ആയിട്ടുണ്ട്, അതുപോലെ പാക്കഡായി ഷിപ്പ്ഡ് ആയി വരെ കാണിക്കുന്നു. സോ എനിക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ ഡെലിവറിയുടെ താഴെ ഒരു ആരോ നമുക്കവിടെ കാണാൻ സാധിക്കും. സോ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതിനേക്കാളും കൂടുതലായി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് എവിടം വരെയായി, എവിടം വരെ എത്തി എന്നുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അറിയണമെങ്കിൽ താഴെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഷിപ്പിഡിന് ശേഷം ഈ കാർട്ട് ലോജിസ്റ്റിക്സ് എന്നിവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം ഒരു ഐ ഡിയും കൂടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഈ ഐ ഡി നമ്മൾ കോപ്പി ചെയ്യുക. നിങ്ങൾ വെബ്സൈറ്റിലാണെങ്കിലും ആപ്ലിക്കേഷനാണെങ്കിലും ഈ ഐ ഡി ഇങ്ങനെ നിങ്ങൾ കോപ്പി ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ബ്രൗസറിൽ പോവുക. നിങ്ങൾ ബ്രൗസർ എടുത്തതിന് ശേഷം നിങ്ങളവിടെ ഈ കാർട്ട് ലോജിസ്റ്റിക്സ് എന്ന് നിങ്ങൾ അടിക്കുക. ഞാനിവിടെ അങ്ങനെ അടിക്കുകയാണ്. ഈ കാർട്ട് ലോജിസ്റ്റിക്സ്. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇവിടെ നമ്മൾ ഈ സെർച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത ആ ട്രാക്ക് ഐ ഡി ഇവിടെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് സെർച്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെർച്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റെ ട്രാക്കിംഗ് ഐ ഡി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിപ്പോൾ കൊച്ചിൻ ട്രാൻസ്പോർട്ട് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. 25 ജൂണ് കൊച്ചിൻ ട്രാൻസ്പോർട്ട് സെൻറ്ററിൽ അത് എത്തിയിട്ടുണ്ട്. 12:35 അതവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ട്രാക്കിംഗ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ കാണാം വെനസ്ഡേ 23 ജൂണ് 9:01 എൻ്റെ പ്രൊഡക്റ്റ് ഇവിടെ ഷിപ്മെൻ്റ് ആയത്. അതിനുശേഷം വെനസ്ഡേ 23 തന്നെ അത് സെല്ലറെ അടുത്തുനിന്ന് പിക്കപ്പ് ചെയ്തു. അതിനുശേഷം 24 അത് ഗുരുഗാവിനെത്തി. അതിനുശേഷം ന്യൂഡൽഹി വന്നു. അവിടുന്ന് മദർ ഹബിലെത്തി. June 25 അത് കൊച്ചിൻ ട്രാൻസ്പോർട്ട് സെൻറ്ററിൽ എത്തി. ഇനിയിപ്പോൾ അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ കയ്യിൽ എത്തിച്ചേരുന്നതായിരിക്കും. സോ നമുക്കിവിടെ ഓരോ ഘട്ടങ്ങളിൽ നമ്മുടെ പ്രൊഡക്റ്റ് എവിടെ എത്തിച്ചേർന്നു, ഏതെങ്കിലും സെൻറ്ററിൽ എത്തിയിട്ടുണ്ടോ, കൊച്ചിൻ ട്രാൻസ്പോർട്ട് സെൻറ്ററിൽ എത്തിയിട്ടുണ്ടോ, നമ്മൾ ഏത് പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താലും അത് കൊച്ചിൻ ട്രാൻസ്പോർട്ട് സെൻറ്ററിൽ എത്തിയതിന് ശേഷമേ നമ്മുടെ കയ്യിലേക്ക് വരത്തുള്ളൂ, നമ്മുടെ നിയർ ഹബിലേക്ക് അത് എത്തുകയുള്ളൂ. സോ നമുക്ക് കൊച്ചിൻ ട്രാൻസ്പോർട്ട് സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ അധികം നേരം എടുക്കത്തില്ല നമ്മുടെ നിയർ ഹബിലേക്ക് വരാൻ. അതുകൊണ്ട് നമുക്കിവിടെ നോക്കി കാര്യങ്ങൾ കൂടുതലായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇത് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്, ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. സോ ഇങ്ങനെയാണ് നമുക്ക് ഫ്ലിപ്കാർട്ടിലെ ഓർഡറുകൾ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ നമുക്ക് ഈ രീതിയിൽ ട്രാക്ക് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റ് എവിടെ വരെ എത്തി എന്നുള്ളത് കൂടുതലായി നമുക്കറിയാൻ സാധിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നമ്മുടെ ഫാമിലി ഏകദേശം 1000 സബ്സ്ക്രൈബേഴ്സ് എടുക്കാറായിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. സോ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.